നമ്മളിപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെത്തേഡ്സ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ടഡ് അഡ്വർടൈസിങ്, സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ്, പ്രോഫിറ്റബിൾ അഡ്വർടൈസിങ്. സോ ഇതൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കഴിയുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ, സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമുക്ക് ഇപ്പം ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. ഒരു 1000 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമുക്ക് നമ്മളുടെ കമ്പനിയിലേക്ക് കോസ്റ്റ് ചെയ്യുന്നത് 40% അല്ലെങ്കിൽ 50% ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 50% ആണെന്നുണ്ടെങ്കിൽ 500 രൂപ നമുക്ക് കമ്പനിക്ക് കോസ്റ്റ് വരുന്നുണ്ട് ഈ പ്രോഡക്റ്റ് സെൽ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാധനം ഇപ്പോൾ ഇ കൊമേഴ്സ് സൈറ്റുകളൊക്കെ അതാണ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും വലിയൊരു ക്യാപിറ്റൽ വെച്ചിട്ടില്ല ഇ കൊമേഴ്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമുക്ക് പർച്ചേസ് ക്യാമ്പയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു 200-300 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഗൂഗിളും മെറ്റ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമും ഒക്കെ നമുക്കൊരു കസ്റ്റമറെ തരാം. ഓക്കെ, 300 രൂപയ്ക്ക് നമുക്ക് കസ്റ്റമറെ തരുന്ന സമയത്ത് എന്താ, എവറി ടൈം 300 വി സ്പെൻഡ് വി ഗെറ്റ് 1000. ഓക്കെ, അപ്പോൾ ഈ 300 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ 1000 രൂപ റിട്ടേൺ തരുന്ന സമയത്ത് ആക്ച്വലി അത് പ്രോഫിറ്റബിൾ മാർക്കറ്റിംഗ്. എവറി ടൈം 200 ഉള്ളൂ, പക്ഷേ ഈ നമ്പേഴ്സ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് പ്രോഫിറ്റബിൾ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ഈവൻ ആണെങ്കിൽ ഈ 500 നമ്മൾ സ്പെൻഡ് ചെയ്തു, പക്ഷേ ഈ ഒരു മാർക്കറ്റിംഗ് കോസ്റ്റ് നമുക്ക് 0 ആയി. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ഇവരുടെ സെക്കൻഡ് പർച്ചേസസ്, തേർഡ് പർച്ചേസസ്, ഈ വലിയ കമ്പനികളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. സ്വിഗ്ഗി, സൊമാറ്റോ. കാരണം അവർക്കൊന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ നമ്മളെ കസ്റ്റമർ അക്വയർ ചെയ്യുന്നതിൻ്റെ കിട്ടണമെന്നില്ല. സോ അവർ കൂടുതൽ ഇതേപോലെ കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്ന് പറയും, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ മാർക്കറ്റിംഗ് പ്രീ പ്ലാൻ ചെയ്യും. സോ ഒരു കസ്റ്റമർക്ക് ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാം, ഇത് ഇത്ര വർഷം കൊണ്ട് നമുക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടും. സോ അഡ്വാൻസ് ആയി അവർ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യും. ഇതുപോലെ ഒരു സീറോ കോസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ ഡിസ്കൗണ്ടഡ് അഡ്വർടൈസിങ് എന്ന് പറയും. അതെന്താ വെച്ചാൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡീസൻറ്റ് മാർജിൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അവരൊക്കെയാണ് കൂടുതൽ അത് അപ്ലിക്കബിൾ ആവുന്നത്. എല്ലാ ഇൻഡസ്ട്രിക്കും പോസിബിൾ ആണ്, ചിലതൊന്നും പോസിബിൾ അല്ല. അപ്പം ഇതിലെന്ന് വെച്ചാൽ നമ്മൾ 10 ലക്ഷം അഡ്വർടൈസ് ചെയ്തെന്ന് വിചാരിക്കുക, അതിലെ 8 ലക്ഷം നമുക്ക് ഇതേപോലെ പ്രോഫിറ്റബിലിറ്റിയിൽ റീകവർ ചെയ്യാൻ പറ്റി. റവന്യൂലല്ല, നമ്മുടെ പ്രോഫിറ്റിൽ തന്നെ റിക്കവർ ചെയ്യാൻ പറ്റി. 2 ലക്ഷം രൂപ നമുക്ക് നഷ്ടം വന്നു. സോ പക്ഷേ നമുക്ക് 10 ലക്ഷം രൂപയുടെ അഡ്വർടൈസ്മെൻറ്റാണ് കിട്ടിയത് അറ്റ് 2 ലക്ഷം ഡിസ്കൗണ്ടഡ് റേറ്റിൽ. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ചിലപ്പം ഇമ്മീഡിയറ്റ് പർച്ചേസസ് ആവില്ല, നാളെ അവരുടെ അഡീഷണൽ പർച്ചേസസ് ആവാം. നമ്മൾ ഇന്ന് കണ്ടവർ ഇന്ന് തന്നെ നമ്മളുടെ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെന്നില്ല. സോ അവർ ലോങ് ടേമിലുള്ള നമ്മളുടെ മാർക്കറ്റിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആവും. സോ ഈ 2 ലക്ഷം നമ്മൾ അഡ്വാൻസ് ആയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്താലും നമുക്കിതൊരിക്കലും ഒരു നഷ്ടമാവില്ല. പകരം ഇതിൻ്റെ മൾട്ടിപ്ലൈഡ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കൊണ്ടുവരാനും കഴിയും ഓവർ ദ പീരിയഡ് ഓഫ് ടൈം. ഓക്കെ, ശരിക്കും ഓണ്ടർപ്രണേഴ്സ് ഇതിന് വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഈ മണി ഡംപ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാരിറ്റി കുറവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ക്ലാരിറ്റി കുറയും അത്രത്തോളം നമുക്ക് നഷ്ടപ്പെടാൻ. ഇതേപോലെ ആരും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല ശരിക്കും. ഇപ്പം ഞാനൊരു 15ഓളത്തോളം കമ്പനികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അവരിത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയത്തില്ല, എങ്ങനെ ചെയ്യണമെന്നൊന്നും. അപ്പം എന്തായാലും വളരെ നല്ലൊരു ഇൻഫർമേഷനാണിത്.